തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് പ്രതിപക്ഷം മാർച്ച് നടത്തുന്നതിനിടയിൽ ലോക്സഭ പാസാക്കിയത് 2 നിർണായക ബില്ലുകൾ. പുതിയ ആദായ നികുതി ബില്ലും കായിക ഭരണ ബില്ലുമാണ് പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ലോക്സഭയിൽ പാസാക്കിയത്. മണിപ്പൂർ GST ബില്ലും ധനവിനിയോഗ ബില്ലും രാജ്യസഭയിലും പാസാക്കി. പ്രതിപക്ഷ അഭാവം ചൂണ്ടിക്കാട്ടി JP നദ്ദ വിമർശനം ഉന്നയിച്ചതോടെ ഭരണ പ്രതിപക്ഷ വാക്പോര് കയ്യാങ്കളി വരെ എത്തി. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ രാവിലെ പിരിഞ്ഞ ഇരുസഭകളും ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് വീണ്ടും ആരംഭിക്കുമ്പോൾ അറസ്റ്റിലായ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലായിരുന്നു. പ്രതിപക്ഷം തിരികെത്തും മുമ്പ് സുപ്രധാനമായ 2 ബില്ലുകളാണ് ലോക്സഭയിൽ പാസാക്കിയെടുത്തത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആദായ നികുതി ബില്ലും കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ കായിക ഭരണ ബില്ലും സഭയിൽ അവതരിപ്പിച്ചു. ഈ വർഷം ആദ്യം സഭയിൽ അവതരിപ്പിച്ച ആദായ നികുതി ബില്ല് പിൻവലിച്ച് സെലക്ട് കമ്മിറ്റിയുടെ ഭേദഗതി സഹിതമാണ് ധനമന്ത്രി പുതിയ ബില്ല് അവതരിപ്പിച്ചത്. രാജ്യത്തെ എല്ലാ കായിക അതോറിറ്റികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന സുപ്രധാന ബില്ലാണ് ലോക്സഭ ശബ്ദ വോട്ടോടെ പാസാക്കിയെടുത്തത്. ദേശീയ ഉത്തേജക വിരുദ്ധ നിയമ ഭേദഗതിയും ലോക്സഭ പാസാക്കി. സഭയിൽ പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ ചർച്ച കൂടാതെ ബില്ലുകൾ പാസാക്കുന്നതിനെതിരെ കടുത്ത ഭാഷയിൽ ഇടതുപക്ഷ എംപിമാരായ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയും A.A. റഹീമും വിമർശനം ഉന്നയിച്ചു. ജനാധിപത്യത്തെ ജയിലിനകത്തിട്ടിട്ട് പാർലമെന്റിൽ വിവാദ ബില്ലുകൾ പാസാക്കാൻ ശ്രമിക്കുകയാണ്. രാജ്യസഭയിൽ മണിപ്പൂർ GST ബില്ലും മണിപ്പൂർ ധനവിനിയോഗ ബില്ലും പാസാക്കുമ്പോൾ പ്രതിപക്ഷം എത്തിയിരുന്നു. മണിപ്പൂരിനെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്ന പ്രതിപക്ഷത്തിനെതിരെ JP നദ്ദ വിമർശനം ഉന്നയിച്ചതോടെ ഭരണ പ്രതിപക്ഷ വാക്പോര് കയ്യാങ്കളി വരെ എത്തി. Today I am shocked the role of opposition. Those who were talking about Manipur for the last 2 years, when the bill was being passed, they were opposing it. They were opposing it. Shanti Vinayaka. For his kind support. No. Mr. Neeraj, please. പ്രതിഷേധത്തിനും മുദ്രാവാക്യം വിളികൾക്കുമിടയിൽ മർച്ചന്റ് ഷിപ്പിംഗ് ബില്ലും രാജ്യസഭ ശബ്ദ വോട്ടോടെ പാസാക്കി. കൈരളി ന്യൂസ്, ദില്ലി.